അങ്ങനെയാണെങ്കിൽ നീ അവളെ അറസ്റ്റ് ചെയ്യും. എന്നിട്ട് അവൾ സാവകാശം അവളുടെ നിരപരാധിത്വം തെളിയിക്കട്ടെ. അല്ലാതെ നീ ചെയ്യുന്ന പോലെ തെളിവുകൾ മറച്ചു വെക്കാൻ ശ്രമിച്ച മഹിമയുടെ കൂടെ നിനക്കും ജയിലിൽ കിടക്കേണ്ടി വരും. എനിക്ക് പ്രകാശേട്ടൻ കുറച്ചും കൂടി സമയം തരണം പ്ലീസ്. വൈകുന്നേരം 3 മണി വരെ ഞാൻ സമയം തരാം. അതിനുള്ളിൽ നീ മാഡത്തിനോടെല്ലാം തുറന്നു പറഞ്ഞില്ലെങ്കിൽ റിപ്പോർട്ടുകളുമായി ഞാൻ അവരെ പോയി കണ്ട് മഹിമയാണ് പിതാമരനെ കൊന്നെന്ന് ധരിപ്പിക്കും. പ്രകാശേട്ടാ, ചേട്ടാ ചേട്ടാ പ്ലീസ്. അപ്പൊ നിന്റെ അനിയത്തെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണല്ലേ? സ്വന്തം ഭർത്താവിനെ ജയിലിൽ കിടത്തിയിട്ടാണെങ്കിലും മഹിമയെ രക്ഷിക്കണമെന്നുള്ള നിന്റെ ചിന്തയുണ്ടല്ലോ, സമ്മതിക്കണം. ചേച്ചിമാരായ ഇങ്ങനെ വേണം. എന്താ അനിയത്തിയോടുള്ളൊരു സ്നേഹം. അപ്പം നിന്റെ അനിയത്തിക്ക് എന്തെങ്കിലും പറ്റിയാ നിനക്ക് നോവുമല്ലേ? എന്റെ അച്ഛനെ ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നില് നിന്റെ തന്ത നാണം കെടുത്തിയതുപോലെ നിന്നെ ഞാനിന്ന് നാണം കെടുത്തും. എന്റെ അച്ഛനെ പോലെ നിനക്കും എല്ലാം നഷ്ടപ്പെടും. കാണിച്ച് തരാടി. ഈ മക്കളോടിമ ചേർത്ത് ഞാൻ കണ്ണടച്ചാലും ദേവിയായ അകമേ നിറയും കണിമലർന്നീയേ തിരഞ്ഞു ഞാൻ നിൻ ചിരി നോവു പാകിയോ. മഹിമയെ വിളിച്ച് സംസാരിച്ച് നോക്കാം. ജോലി പോവാണെങ്കിൽ പോട്ടെ. മോനെ, നീ എന്തിനാടാ പിറന്നാളായിട്ട് അടുക്കളപ്പണിയൊക്കെ ചെയ്യുന്നത്? അടുക്കളപ്പണി അത്ര മോശം കാര്യമാണോ അമ്മേ? അതല്ല, പിറന്നാളായിട്ട് നീ ഇതൊന്നും ചെയ്യണ്ട. അപ്പുറത്തെങ്ങാനും പോയിരിക്കേ. ചെല്ലടാ. മജിസ്ട്രേറ്റ് ടെസ്റ്റ് പാസ്സായതിനു ശേഷം അമ്മയ്ക്ക് വക്കീലിനോടുള്ള ബഹുമാനം കുറച്ച് കൂടിയോന്നൊരു സംശയം. അത് ശരിയാ. ഇപ്പോ പണ്ടത്തെ പോലെ അടിയിപ്പിച്ചലൊന്നും ഇല്ല. ഒരു വലിയ മജിസ്ട്രേറ്റ് വന്നിരിക്കുന്നു. പോയിരിക്കടാ അപ്പുറത്ത്. വെറുതെ തല്ലിന്റെ ഓർമ്മിക്കണ്ടായിരുന്നു. ഇപ്പൊ വടി കൊടുത്ത് അടി വാങ്ങിയല്ലേ ഈ അമ്മയുടെ ഒരു കാര്യം. മോളെ, മോൾ ഇതൊന്ന് നോക്കിയോ. ഞാനേ ബാക്കി ഉള്ളിയും കൂടെ പൊളിച്ചോണ്ട് വരാവേ. ശരി അമ്മ. ചേച്ചിയാണല്ലോ. എന്തെങ്കിലും അത്യാവശ്യത്തിനാണെങ്കിലോ എടുത്തു നോക്കാം. ഹലോ മോളെ, നീ ഇപ്പൊ എവിടെയാ? വീട്ടില്. എന്താ ചേച്ചി? ഞാൻ ചോദിക്കുന്നതിന് നീ സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. ചേച്ചി എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണോ വിളിച്ചത്? വെറുതെ തർക്കിച്ച് സമയം കളയരുത്. നിനക്കിനി രക്ഷപ്പെടാൻ ഒരു അവസരം കിട്ടില്ല. പീതാംബരം മരിച്ച സമയത്ത് നീ ശരിക്കും എവിടെയായിരുന്നു? ഞാൻ അനിതാ മാഡത്തോട് പറയുന്നത് ചേച്ചിയും കേട്ടതല്ലേ? ഞാൻ വീട്ടിലേക്ക് വണ്ടിയിൽ വന്നോണ്ടിരിക്കായിരുന്നു. മോളെ, നീ വെറുതെ നുണ പറയല്ലേ. നിനക്കെതിരെ ശക്തമായ തെളിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഐശ്വര്യ മാഡത്തിന് കൈമാറുന്നതിന് മുമ്പ് നിനക്ക് സ്വയം ന്യായീകരിക്കാൻ എന്താ പറയാനുള്ളതെന്ന് അറിയാനാ ഞാൻ വിളിച്ചത്. നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നോട് തുറന്ന് പറ. ഓ, ഇങ്ങനെ എന്തോ തെളിവ് കിട്ടിയെന്ന് ചേച്ചി പറയുന്നത് കേട്ട് ഞാൻ പേടിക്കണമായിരിക്കും. സാധാരണ പ്രതികളെ ഇങ്ങനെ ഓരോ നമ്പർ ഇറക്കിയിട്ടായിരിക്കും കുറ്റസമ്മതം എഴുതി വാങ്ങാറുള്ളത്, അല്ലേ? എന്തായാലും എന്റെ അടുത്ത് ആ നമ്പർ ഇറക്കണ്ട. കാരണം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. മഹിമേ, നീ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കാത്തോണ്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്റെ കയ്യിൽ എന്തൊക്കെ തെളിവുണ്ടെന്ന് നിനക്കറിയാമോ? അറിയില്ല. അറിയാൻ താല്പര്യവും ഇല്ല. ഇന്നേ വക്കീലിന്റെ പിറന്നാളാ. എനിക്കിവിടെ 100 കൂട്ടം ജോലികളുണ്ട്. വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. ഇനി ചേച്ചി വിളിച്ചാലും ഞാൻ കോൾ എടുക്കില്ല. മഹിമേ, മഹിമേ,
ആരായിരുന്നടോ? ചേച്ചിയായിരുന്നു. എന്താ കാര്യം? എനിക്കെതിരെ വലിയ എന്തോ തെളിവ് കിട്ടിയെന്നും കുറ്റസമ്മതം നടത്തുന്നോ നല്ലതെന്നും പറയാൻ വിളിച്ചതാ. പീതാംബരനെ കൊന്നത് താനാണെന്നാണോ മഞ്ജു വിചാരിച്ചിരിക്കുന്നത്? ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് ചേച്ചിക്കോ അറിയാം. പക്ഷേ ഗിരിയേട്ടനെ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് ഇറക്കണ്ടേ? അതിന് തന്നെ കുറ്റവാളിയൊക്കെയാണോ വേണ്ടത്? ചേച്ചിയുടെ മുന്നിൽ വേറെ വഴി ഉണ്ടാവില്ലായിരിക്കും. എടോ, ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. മഞ്ജു ഒന്നും കാണാതെ ഇങ്ങനൊരു കേസിൽ തന്നെ കുറ്റപ്പെടുത്തില്ല. മഞ്ജുവിന് എന്ത് തെളിവാ കിട്ടിയെന്ന് പറഞ്ഞോ? ആ, ഞാൻ കേൾക്കാനൊന്നും നിന്നില്ല. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്തിനാ ഇതെല്ലാം കേട്ട് സമയം കളയുന്നേ? ദേ, വക്കീൽ അതിനെക്കുറിച്ച് ആലോചിച്ച് വെറുതെ മൂഡ് കളയാൻ നിൽക്കണ്ട. ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ? മഹിമയ്ക്കെതിരെ ഇത്രയും തെളിവുകൾ എങ്ങനെ ഉണ്ടായത്? അറിയില്ല സർ. എന്തെങ്കിലും ചോദിച്ചാ അവള് വ്യക്തമായിട്ട് ഉത്തരം പറയുന്നില്ല. അവൾ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. അതെന്താന്ന് അവക്ക് എന്നോടൊന്ന് പറഞ്ഞൂടെ? പക്ഷെ ഇപ്പൊ ഈ ലോകത്ത് അവൾക്ക് ഏറ്റവും വിശ്വാസക്കുറവ് എന്നെയാ. അവൾക്ക് പീതാംബരനെ കൊല്ലാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനും അത് തന്നെയാണ് സർ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒന്നിനു പുറകെ ഒന്നായ എല്ലാ തെളിവുകളും മഹിമയ്ക്ക് നേരെയാ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ കണ്ടുപിടിച്ചതെല്ലാം ഐശ്വര്യ മാഡത്തിനോട് പറഞ്ഞ ഗിരീടിനെ ഉടനെ ജയിലിൽ നിന്ന് ഇറക്കും. പക്ഷെ അതിനു പകരം അവരെ അറസ്റ്റ് ചെയ്യുന്നത് മഹിമയായിരിക്കും. അതിനെക്കുറിച്ച് വിഷമിച്ചിട്ട് എന്താ മോളെ കാര്യം? ആലോചിക്കാതെ പറ്റുമോ സർ? അവൾ എന്റെ അനിയത്തിയല്ലേ? അവളെ അറസ്റ്റ് ചെയ്താ മാധ്യമങ്ങൾ അവളെപ്പറ്റി വാർത്തകൾ ഇറക്കി നാണം കെടുത്തും. അവളെ മാത്രമല്ല, എന്റെ അച്ഛനെ അവര് നാണം കെടുത്തും. കോടതിയിൽ നിന്നും അവളെ ജയിലിലേക്ക് കൊണ്ടുപോകും. അവിടെ കുറ്റവാളികളുടെ കൂടെ അവൾ എങ്ങനെ കഴിയും? ഇതൊക്കെ അവള് സഹിക്കേണ്ടി വരിക ചെയ്യാത്ത കുറ്റത്തിനാവാനും സാധ്യതയുണ്ട്. അവൾ ഇത്രയൊക്കെ അനുഭവിക്കുമെന്ന് അറിഞ്ഞിട്ടും ഞാൻ എങ്ങനെയാ അവളെ സംശയമുണ്ടെന്ന് ഐശ്വര്യ മാഡത്തോട് പറയാ? മോളെ, നീ ഇപ്പോ പറഞ്ഞ ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിച്ചുകൊണ്ട് ഒരാൾ ജയിലിൽ കഴിയുന്നുണ്ട്. ചെയ്യാത്ത കുറ്റത്തിനാ ഗിരി ജയിലിൽ കിടക്കുന്നത്. അവനെ പുറത്തിറക്കാനുള്ള തെളിവ് കയ്യിലുണ്ടായിട്ടും ഉപയോഗിക്കാതിരിക്കുന്നത് തെറ്റാണ്.